ഇവിടെ ഒരു അസംബ്ലി നടക്കുന്ന സമയം ദേവസ്വം മന്ത്രി അവിടെ ഒരു അവലോകന യോഗത്തിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. ഇന്നലെ ഇതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു. അയച്ചു തന്ന മീഡിയയോട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ടില്ല, എനിക്കവരെ അറിയില്ല. ഈ പോയ പോക്കിന് അദ്ദേഹം അതെനിക്ക് മനസ്സിലായത് ഇന്ന് അദ്ദേഹം മീഡിയയോട് പറഞ്ഞപ്പോഴാണ് ഈ വീട്ടിൽ ഇന്നാളുടെ വീടാണെന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ സത്യസന്ധമായിട്ടാണ്, എനിക്ക് അതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഇവിടെ ED ഉണ്ട്, SIT ഉണ്ട്, എല്ലാ അന്വേഷണ ഏജൻസികളും ഉണ്ടല്ലോ, അവർക്ക് ഇതെല്ലാം അന്വേഷിക്കാവുന്ന കാര്യമാണ്. ഈ വീട്ടിലിറങ്ങി ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു കസവും കൊണ്ട് ഒറ്റെടുത്ത് എൻ്റെ തന്ന് ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഞാനത് കൊടുത്തു. കാറേ കയറി ശബരിമല പോയി. ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരട്ടെ. പക്ഷേ ഫോട്ടോസ് ഇപ്പോൾ ഞാൻ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിരക്കണക്കിന് ഫോട്ടോ ഉണ്ട്, മേൽശാന്തിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ തന്ത്രിമാരുടെ കൂടെ ഫോട്ടോ ഉണ്ട്. നമ്മളൊക്കെ എപ്പോൾ അവിടെ ചെന്നാലും അവരെല്ലാം കണ്ട് ഒരു ഭയഭക്തി ബഹുമാനത്തോടെ. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ, ഒരു MLA, ഒരു മന്ത്രി, ഇവരിപ്പോൾ സാധാരണ ഇതിലൊരു പരിപാടിയിൽ വരുമ്പോൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും, അതെല്ലാവരും ചെയ്യും, കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. പക്ഷെ ഒരു വീട്ടിൽ ചെന്ന് ഒരു ഉപഹാരമൊക്കെ കൈയേറുമ്പോൾ ആ വീട് ഏതാണ് എന്ന് അന്വേഷിക്കാതെ, അവരാരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ എന്ന് അന്വേഷിക്കാതെ നമ്മൾ ഓടിച്ചെല്ലാറുണ്ട്. ഒരു ആപത്തിലാണെങ്കിൽ ഓടിച്ചെല്ലും, ഒരു പുര കത്തുകയാണ് ശരിയാണ്, നമ്മൾ ഓടിച്ചെല്ലും. വെറുതെ ഒരു വീട്ടിൽ ഓടിക്കേറി ചെന്ന് ഒരു കസവും കൊണ്ട് എടുക്കാൻ പറഞ്ഞു, പുതയ്ക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബിൻലാദനാണ് അവിടെ ഇരിക്കണമെങ്കിൽ പുതച്ചിട്ട് പോരുമോ നമ്മൾ? അറിയില്ലല്ലോ. ഇന്നലെ മുതൽ മീഡിയ എന്നോട് ഇത് ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, നമ്മൾ ഫ്രാങ്ക്, നമുക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ടീച്ചറുടെ കയ്യിൽ CBI ഉണ്ട്, ടീച്ചറുടെ ED ഉണ്ട്. ഏത് അന്വേഷണവും നടത്താനുള്ള സംവിധാനം ഉണ്ട്. ഫ്രാങ്കായിട്ടാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, പരിചയമില്ല. മന്ത്രിയുടെ കൂടെ പോയി, മന്ത്രി അവിടെ ഇറങ്ങി, ഞാൻ കൂടെ ഇറങ്ങി. ആ വീട്ടിന്റെ ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രവും ലക്ഷണമൊന്നും നോക്കിയിട്ടല്ല ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അവലോകന യോഗത്തിൽ പമ്പയ്ക്ക് പോകുന്ന വഴിക്കാണ്. ആ വഴിക്ക് ഇറങ്ങി. ഞാൻ സത്യത്തിൽ ഇത് ഓർമ്മപ്പെടുത്തി ഇന്ന് അദ്ദേഹം മീഡിയയോട് പറഞ്ഞപ്പോഴാണ്. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു പിക്ചർ ഇല്ല, അങ്ങനെ ഒരു പിക്ചർ ഇല്ലാത്തൊരു എന്റെ മുന്നിൽ അങ്ങനെ ഒരു പിക്ചർ ഇല്ല. നിങ്ങൾ ആരെയും കൂടെ പോയി പടം എടുത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് രണ്ടാമത് ഞാൻ വരാം. അപ്പം ഇത് സംബന്ധിച്ചുള്ള ഇത് നമ്മൾ ഇന്ന് തന്നെ എല്ലാം മീഡിയക്കാരോട് ചോദിച്ചവരോടെല്ലാം ഞാനത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞാണ്. അവിടെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ആളുകൾ അവരെല്ലാം അവിടെ വരുന്ന എല്ലാവരുമായിട്ടും ഫോട്ടോ എടുക്കും. അതിൽ ആരാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.